നമസ്കാരം. ഏഷ്യ കപ്പിനുള്ള ഇന്ത്യയുടെ ടീമിനെ ഇട്ടു, നമ്മൾ അതിൻ്റെ റിവ്യൂവും ചെയ്തു. പക്ഷേ ഇപ്പോഴും ഒരു ദഹിക്കാതെ കിടക്കുന്ന കുറേ ചോദ്യങ്ങളുണ്ട്. ആ കുറേ ചോദ്യങ്ങളും കുറച്ച് കാര്യങ്ങളും ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ. ഒന്നാമത്തെ കാര്യം ശ്രേയസ് അയ്യർ തന്നെയാണ്. ശ്രേയസ് അയ്യർ, അതുപോലെ തന്നെ യശസ്വി ജയ്സ്വാൽ, പ്രസിദ്ധ് കൃഷ്ണ, ഈ 3 പേരുടെ സെലക്ഷനിൽ ഉൾപ്പെടുത്താതിരുന്നതിൻ്റെ റീസൺസ് എത്ര ആലോചിച്ചിട്ട് എനിക്ക് മനസ്സിലാവുന്നില്ല. പ്രത്യേകിച്ചും ശ്രേയസ് അയ്യറിൻ്റെ കഴിഞ്ഞ കുറച്ച് നാൾ, ഒരു 2 വർഷം പുറകോട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 2024 IPL വിന്നറാണ് ശ്രേയസ് അയ്യർ ആസ് എ ക്യാപ്റ്റൻ. ഇനി 2025 വന്നപ്പോൾ വേറൊരു ഫ്രാഞ്ചൈസിയിലേക്ക് പോയിട്ട് ആ ഒരു ടീമിനെയും ഫൈനലിലേക്ക് എത്തിക്കാൻ ശ്രേയസ് അയ്യറിന് സാധിച്ചു. അതുപോലെ തന്നെ സെയ്ദ് മുസ്താഖ് അലി ട്രോഫിയിൽ വിന്നറാണ് ആസ് എ ക്യാപ്റ്റൻ. അതുപോലെ തന്നെ ഡൊമസ്റ്റിക്കിൽ ഏത് പെർഫോമൻസ് എടുത്ത് നോക്കിയാലും സൂപ്പറായിട്ടുള്ള പെർഫോമൻസ് സ്റ്റാറ്റ്സ് കഴിഞ്ഞ റീസെൻ്റ് ഹിസ്റ്ററി നോക്കുകയാണെന്നുണ്ടെങ്കിൽ ശ്രേയസ് അയ്യറിനുണ്ട്. അങ്ങനെയുള്ളൊരു പ്ലെയറിനെ ഇംഗ്ലണ്ടിലേക്ക് പോയപ്പോൾ ടെസ്റ്റിൻ്റെ ഇതിൽ പല റീസൺസ് പറഞ്ഞ് ഒഴിവാക്കി. അതിനുശേഷം T20 ഇത്രയും നന്നായിട്ട് IPL പെർഫോം ചെയ്തൊരു പ്ലെയറിനെ ഈ T20 ഏഷ്യ കപ്പിനൊപ്പമുള്ള ടീമിൽ എടുത്തില്ല എന്ന് പറഞ്ഞാൽ അതെനിക്ക് ഉൾക്കൊള്ളാനേ പറ്റുന്നില്ല. അതിൻ്റെ റീസൺസ് എന്തൊക്കെ പറഞ്ഞാലും ശുഭ്മൻ ഗില്ല് എന്ന് പറഞ്ഞ ഒരാൾ ടീമിലേക്ക് വരുമ്പോൾ എന്തുകൊണ്ട് ശ്രേയസ് അയ്യർ വരുന്നില്ല എന്നുള്ളത് ഒരു വലിയ ചോദ്യം തന്നെയാണ്. ഇതിൽ ശ്രേയസ് അയ്യറിൻ്റെ അർഹത എന്താണെന്ന് ചോദിച്ചാൽ ശ്രേയസ് അയ്യറിൻ്റെ ഈ IPL സ്ട്രൈക്ക് റേറ്റ് മാത്രം നോക്കിയാൽ മതി ശ്രേയസ് അയ്യറിൻ്റെ അർഹത എന്താണെന്ന് അറിയാനായിട്ട്. അതുപോലെ തന്നെ ഈ കഴിഞ്ഞ ചാമ്പ്യൻസ് ട്രോഫിയിൽ ഇന്ത്യയെ ആരാണ് അടിച്ച് ജയിപ്പിച്ചത്, മിഡിൽ ഓർഡറിൽ സ്പിന്നേഴ്സിനെ ബാഷ് ചെയ്ത് ആരാണ്, ഇന്ത്യക്ക് ക്രൂഷ്യലായിട്ട് റൺ അടിച്ച് ആരാണെന്ന് നോക്കിയാൽ എന്തുകൊണ്ട് UAE തന്നെയുള്ള പെർഫോമൻസ് വെച്ചിട്ട്, അതായത് ചാമ്പ്യൻസ് ട്രോഫിയിൽ UAE തന്നെ പെർഫോമൻസ് വെച്ചിട്ട് എന്തുകൊണ്ട് ഈ UAE നടക്കുന്ന ഏഷ്യ കപ്പിൽ ശ്രേയസ് അയ്യർ ഈ IPL പെർഫോമൻസും കൂടെ ചേർത്ത് വായിക്കുമ്പോൾ എന്തുകൊണ്ട് ടീമിൽ ഉറപ്പായിട്ടും ഉണ്ടായിരിക്കണം എന്നുള്ള റീസൺ അതിൽ നിന്ന് തന്നെ കിട്ടും. അതിന് മുകളിൽ ശുഭ്മൻ ഗില്ലിനെ ടീമിലേക്ക് എത്തിച്ചത് എനിക്ക് മനസ്സിലാവില്ല. ഇനി ശുഭ്മൻ ഗിൽ ഒരു ഫ്യൂച്ചർ ക്യാപ്റ്റനായിട്ടാണ് ഇന്ത്യ കാണുന്നത്, സെലക്ടേഴ്സ് കാണുന്നതെന്നുണ്ടെങ്കിൽ ഓക്കെ, ശുഭ്മൻ ഗിൽ വന്നോട്ടെ ടീമിലേക്ക്. അപ്പോഴും ശിവം ദൂബെ അല്ലെങ്കിൽ റിങ്കു സിംഗ് ഇങ്ങനെയുള്ള പ്ലേയേഴ്സിനെ എല്ലാം ഉൾപ്പെടുത്തിയപ്പോഴും ശ്രേയസ് അയ്യറിനെ തഴഞ്ഞത് ശരിക്കും വളരെ നിരാശപ്പെടുത്തിയ ഒരു സെലക്ഷനായിട്ടാണ് എനിക്ക് തോന്നിയത്. ഇക്കഴിഞ്ഞ IPL സ്റ്റാറ്റ്സ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും റണ്ണിൻ്റെ കാര്യത്തിൽ ശുഭ്മൻ ഗില്ല് ശ്രേയസ് അയ്യറിനെക്കാട്ടി മുകളിലാണെങ്കിൽ പോലും ഇന്ത്യയുടെ ഈ ഒരു റീസെൻറ്റ് ഹിസ്റ്ററിൽ ഇന്ത്യയുടെ ഒരു കളിക്കുന്ന ശൈലി അനുസരിച്ച്, അറ്റാക്കിംഗ് ക്രിക്കറ്റ് കളിക്കുന്ന ശൈലി അനുസരിച്ച് സ്ട്രൈക്ക് റേറ്റ് ആണ് ഇമ്പോർട്ടൻറ്റ്. സ്ട്രൈക്ക് റേറ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ശുഭ്മൻ ഗില്ലിനെക്കാട്ടി വേ ഹൈ ആണ് ശ്രേയസ് അയ്യറിൻ്റെത്. ഈ ഒരു സ്ട്രൈക്ക് റേറ്റിൽ ഇത്ര റൺ അടിച്ച ശ്രേയസ് അയ്യറിനെ ഒഴിവാക്കുന്നത് അത്ര എന്തിൻ്റെ പേരിലായാലും അതത്ര ശരിയായ നടപടിയായില്ല. ഇനി ഇൻ്റർനാഷണലിൻ്റെ റെക്കോർഡാണ് നിങ്ങൾ നോക്കുന്നതെന്നുണ്ടെങ്കിൽ അവിടെയും യശസ്വി ജയ്സ്വാൽ എന്ന് പറഞ്ഞൊരു പ്ലെയർ ഉണ്ട്. യശസ്വി ജയ്സ്വാലിൻ്റെ ഇൻ്റർനാഷണൽ റെക്കോർഡും അതുപോലെ തന്നെ ശുഭ്മൻ ഗില്ലിൻ്റെ ഇൻ്റർനാഷണൽ റെക്കോർഡും കമ്പയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ യശസ്വി ജയ്സ്വാൽ തീർച്ചയായിട്ടും നല്ല സ്ട്രൈക്ക് റേറ്റോട് കൂടി ഇന്ത്യക്ക് റൺ അടിച്ചുകൊണ്ടിരുന്ന ഒരു പ്ലെയറാണ്. വേൾഡ് കപ്പിൽ ഇന്ത്യയുടെ ബാക്കപ്പ് ഓപ്പണറായിട്ട് ടീമിലുണ്ടായിരുന്നു. പിന്നീട് ടെസ്റ്റിൽ പുള്ളി ആ ഒരു ഏരിയയിലേക്ക് ഫുള്ളി ഫോക്കസ് ചെയ്തുകൊണ്ട് തന്നെ T20 തുറന്ന് കളിക്കാൻ പറ്റാതായി പോയതാണ്. ആ അവൈലബിലിറ്റി ഇല്ലാതായി പോയാണ്. അങ്ങനെയുള്ളൊരു പ്ലെയറിനെ പിന്നീട് കൺസിഡർ ചെയ്യാതിരിക്കുക. ഇപ്പോൾ T20 ജയ്സ്വാൽ കളിച്ചു വന്നിരുന്നുണ്ടെങ്കിൽ ഇപ്പം സൂപ്പർ സ്റ്റാർസ് ജയ്സ്വാലിനുണ്ടായേനെ. അത്ര ഇൻറ്റൻറ്റ് ഉള്ളൊരു പ്ലെയറാണ്. ഈ ഒരു അഭിഷേക് ശർമ്മയെക്കാട്ടിലും കൺസിസ്റ്റൻ്റ് ആയിട്ട് കളിക്കാൻ പറ്റിയ ഒരു പ്ലെയറാണ്. പക്ഷേ അഭിഷേക് ശർമ്മയ്ക്ക് സ്ട്രൈക്ക് റേറ്റ് കൂടുതലാണ്, ഇന്ത്യയുടെ സ്ട്രാറ്റജിയുടെ ഭാഗമാണ്. അപ്പോൾ അതേ സ്ട്രാറ്റജിയുടെ ഭാഗമായിട്ട് നോക്കുമ്പോൾ എന്തുകൊണ്ട് ശുഭ്മൻ ഗിൽ എന്ന് പറഞ്ഞൊരു ചോദ്യം വരും. ഇനി IPL പെർഫോം എന്തിനാണ് IPL ഇന്ത്യ നടത്തുന്നത്? ഈ ഒരു T20 ഇന്ത്യൻ ടീമിലേക്ക് സെലക്ട് ചെയ്യുന്നതിൻ്റെ മാനദണ്ഡം തന്നെയാണ് ഡൊമസ്റ്റിക്കിലെ ഏറ്റവും അൾട്ടിമേറ്റ് ആയിട്ടുള്ള IPL. ഈ IPL പർപ്പിൾ ക്യാപ്പ് ഹോൾഡറായിട്ടുള്ള പ്രസിദ്ധ് കൃഷ്ണ ടീമിലുള്ള, ഓറഞ്ച് ക്യാപ്പ് ഹോൾഡറായിട്ടുള്ള സായ് സുദർശൻ ടീമിലുള്ള, സായ് സുദർശൻ ടീമിൽ എടുക്കണമെന്ന് പറയുന്നില്ല, സായ് സുദർശൻ ഒരു ഫയർ പവർ കുറവാണ് എന്നുള്ളതാണ് അതിൻ്റെ റീസൺ എന്ന് സെലക്ടേഴ്സ് പറയുമ്പോഴും അതേ റീസൺ തന്നെ ഗില്ലിലും ആപ്ലിക്കബിൾ ആണ്. ഫയർ പവർ ബാക്കിയുള്ള ബാറ്റേഴ്സിനെ വെച്ച് നോക്കുമ്പോൾ സ്ട്രൈക്ക് റേറ്റ് നോക്കിക്കഴിഞ്ഞാൽ ഗില്ലിന് കുറവാണ്. പിന്നെ സെലക്ടേഴ്സ് പറഞ്ഞൊരു റീസണാണ് റീസെൻ്റ് ആയിട്ടുള്ള ഫോം, അതായത് ഇംഗ്ലണ്ടിൻ്റെ ഉള്ള ടെസ്റ്റ് പരമ്പരയിൽ അടക്കമുള്ള ശുഭ്മൻ ഗില്ലിൻ്റെ ഫോം. അങ്ങനെ നോക്കുകയാണെങ്കിൽ യശസ്വി ജയ്സ്വാലും മിന്നും ഫോമിലായിരുന്നു. അതുമാത്രമല്ല റീസെൻറ്റ് ഫോം നോക്കുകയാണെങ്കിൽ ശിവം ദൂബെ, റിങ്കു സിംഗ് ഒക്കെ എങ്ങനെ ടീമിൽ വരും? കഴിഞ്ഞ IPL സ്റ്റാറ്റ്സ് നിങ്ങളെടുത്ത് നോക്കിക്കോ, ശിവൻ ദൂബയുടെ അല്ലെങ്കിൽ റിങ്കു സിംഗിൻ്റെയോ. ശിവൻ ദൂബയുടെ സ്ട്രൈക്ക് റേറ്റ് നോക്കിയോ കഴിഞ്ഞ IPL 138 എന്തോ ആണ്. 138 സ്ട്രൈക്ക് റേറ്റ് ഉള്ള ഒരു ബാറ്റ്സ്മാനെ കൊണ്ട് ഫിനിഷറായിട്ട് UAE കളിക്കാനാണ് ഇന്ത്യ പോകുന്നത്. റീസെൻറ്റ് ഫോം നോക്കുകയാണെങ്കിൽ പണ്ടത്തെ കാര്യമല്ല പറയുന്നത്. അങ്ങനെ ഇവർ ഒരു സൈഡിൽ ന്യായം പറയുമ്പോൾ അതേ സൈഡിൽ മറ്റൊരു പ്ലെയറിനെ എടുത്ത് നോക്കുമ്പോഴത്തേക്ക് ആ ന്യായം കറക്റ്റായിട്ട് വരുന്നില്ല എന്നുള്ളതാണ് വിചിത്രമായിട്ടുള്ള ഈ സെലക്ഷനിലുള്ള ഒരു പ്രത്യേകത. പ്രത്യേകിച്ചും ഇനി നമുക്ക് പ്രസിദ്ധ് കൃഷ്ണയിലേക്ക് വരാം. പ്രസിദ്ധ് കൃഷ്ണ 25 വിക്കറ്റ് എടുത്തൊരു ബോളറാണ് ഈ ഒരു കഴിഞ്ഞ IPL. പർപ്പിൾ ക്യാപ്പ് ഹോൾഡറാണ്. ഇനി ഹർഷിത് റാണ സെലക്ട് ആയപ്പെട്ട ഹർഷിത് റാണയുടെ വിക്കറ്റ് നോക്കുകയാണെങ്കിൽ 15 വിക്കറ്റേ ഉള്ളൂ. 10 മുകളിലാണ് എക്കോണമി. 10 റൺസിന് മുകളിൽ കൊടുത്തൊരു ബോളറാണ് ഹർഷിത് റാണ. ഇന്ത്യയുടെ T20 ആകെ ഒരു T20 ഹർഷിത് റാണ കളിച്ചിട്ടുള്ളൂ. അതും ഒരു കൺകഷൻ സബ്ബായിട്ടാണ്. നല്ല പെർഫോമൻസ് ആയിരുന്നു. പക്ഷേ 5 T20 കളിച്ചൊരു പ്ലെയറാണ് പ്രസിദ്ധ് കൃഷ്ണ. കഴിഞ്ഞ IPL പെർഫോമൻസും കൂടെ ചേർത്ത് വെച്ച് നോക്കുമ്പോൾ 100% ഹർഷിത് റാണയെക്കാട്ടിൽ പ്രസിദ്ധ് കൃഷ്ണ ടീമിൽ വരാൻ അർഹതയുള്ളൊരു പ്ലെയർ തന്നെയാണ്. പിന്നെ എന്തിനാണ് ഈ ഡൊമസ്റ്റിക് ടൂർണമെൻറ്റായ IPL നടത്തുന്നത്? IPL ഇത്രയും നല്ല പെർഫോമൻസ് കളിച്ച ആൾക്കാരെ ടീമിലെടുക്കാനല്ലെന്നുണ്ടെങ്കിൽ എന്തിനാണ് IPL നടത്തുന്നത്?
അപ്പോൾ സെലക്ടേഴ്സിൻ്റെ പല മുട്ട് ന്യായങ്ങളായിട്ടാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. അവർക്ക് കുറച്ച് ഇപ്പോൾ ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ട് ശുഭ്മൻ ഗില്ലിനെ അവർക്ക് ടീമിൽ ഉൾപ്പെടുത്തണം എന്നുള്ളതിനകത്ത് എനിക്ക് യാതൊരു അഭിപ്രായമില്ല. ഇപ്പോൾ ടീമിൽ സെലക്ട് ചെയ്തേക്കുന്ന എല്ലാവർക്കും കളിക്കാൻ അറിയാവുന്നവരാണ്. ഈ ടീം കളിച്ച് ഏഷ്യ കപ്പ് വിൻ ചെയ്യുകയും ചെയ്യും. അതിനകത്ത് എനിക്ക് യാതൊരു അഭിപ്രായ വ്യത്യാസമില്ല. പക്ഷേ അർഹതപ്പെട്ടവർ പുറത്തിരിക്കുന്നു എന്നുള്ളതാണ് എന്നെ സംബന്ധിച്ച് വിഷമിപ്പിക്കുന്ന ഒരു കാര്യം. ശുഭ്മൻ ഗില്ലിന് വേണ്ടിയിട്ട് ഇവർ ഇതുവരെ കളിച്ചുകൊണ്ട് വന്ന സ്ട്രാറ്റജി തന്നെ ഒന്ന് മാറ്റാനായിട്ട്, ഡിസ്റ്റർബ് ചെയ്യാനായിട്ട് അവർ തയ്യാറായി എന്നുള്ളത് എന്നെ തീർച്ചയായിട്ടും അലോസരപ്പെടുത്തുന്ന ഒരു കാര്യം തന്നെയാണ്. കാരണം ശുഭ്മൻ ഗില്ലിന് കളിക്കാൻ പറ്റത്തില്ലെന്നോ ശുഭ്മൻ ഗില്ലിനെ അറ്റാക്ക് ചെയ്ത് കളിക്കാനുള്ള ഇതില്ലെന്നോ ഒന്നും അല്ല ഞാൻ പറയുന്നത്. പക്ഷേ പെർഫോമൻസ് വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവരുടെ ഇതുവരെ ഇന്ത്യൻ ടീം കളിച്ചു വന്ന സ്ട്രാറ്റജിക്ക് ആപ്റ്റായിട്ടുള്ള ഒരു പ്ലെയർ അല്ല ശുഭ്മൻ ഗിൽ എന്നുള്ളത് കാര്യം 100% ഉറപ്പാണ്. അതുപോലെ തന്നെ ഹർഷിത് റാണയുടെ സെലക്ഷൻ, അതുപോലെ തന്നെ റിങ്കു സിംഗ് ആൻഡ് ശിവൻ ദുബെയുടെ സെലക്ഷൻ, അവർ രണ്ടുപേരും കളിക്കുന്നതിനോട് എനിക്ക് എതിരെ അഭിപ്രായമൊന്നുമില്ല. പക്ഷേ അവരും ബെറ്ററായിട്ട് റീസെൻ്റായിട്ട് പെർഫോം ചെയ്ത് ശ്രേയസ് അയ്യർ പുറത്തിരിക്കുമ്പോൾ എന്തുകൊണ്ട് ശിവൻ ദുബെ, റിങ്കു സിംഗ് ഒക്കെ ടീമിൽ വന്നു? ഫിനിഷറായിട്ടാണെന്നുണ്ടെങ്കിൽ ഫിനിഷറായിട്ട് പെർഫോം ചെയ്തോ കഴിഞ്ഞ IPL ശിവൻ ദുബെ, റിങ്കു സിംഗ് പെർഫോമൻസ് സ്റ്റാറ്റ്സ് നോക്ക്, ഇല്ല. അവിടെയാണ് ഒന്നും അങ്ങോട്ട് ഒരു ചേരാത്ത രീതിയിലുള്ള ന്യായങ്ങളാണ് ഈ ഒരു സെലക്ഷന് വേണ്ടിയിട്ട് അവർ പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ എല്ലാം ആകത്തുക എനിക്ക് മനസ്സിലാവുന്നത് സെലക്ടേഴ്സ് കോച്ചിനെയും ക്യാപ്റ്റനെയും ഫോഴ്സ് ചെയ്തിരിക്കുകയാണ് ശുഭ്മൻ ഗില്ലിനെ 11ൽ കളിപ്പിക്കാനായിട്ട് വൈസ് ക്യാപ്റ്റൻ ആക്കുക വഴി. അപ്പോൾ ഈ സെലക്ടേഴ്സ് ആയാലും ഇന്ത്യൻ ക്രിക്കറ്റ് ആയാലും ശുഭ്മൻ ഗില്ലിനെ ഒരു ഭാവി ഓൾ ഫോർമാറ്റ് ക്യാപ്റ്റനായിട്ട് കാണുന്നു എന്നുള്ളതാണ് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നത്. അതിനകത്ത് യാതൊരു വിരോധമല്ല. ശുഭ്മൻ ഗിൽ ഈസ് കേപ്പബിൾ ഓഫ് ദാറ്റ്. പക്ഷേ അതിലും കേപ്പബിൾ ആയിട്ടുള്ള ആൾക്കാർ പുറത്തിരിക്കുന്നു എന്നുള്ളത് മാത്രമാണ് ഒരു എതിരഭിപ്രായം. ഇനി വേറൊരു കാര്യം, ഇനി മൂവിങ് ഫോർവേഡ് ഈ ഓൾ ഫോർമാറ്റ് ക്യാപ്റ്റൻ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് വർക്കാവുന്നുള്ള കാര്യത്തിൽ എനിക്ക് ഉറപ്പില്ല. കാരണം ടെസ്റ്റ് വേറൊരു രീതിയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്, T20 അൾട്രാ അഗ്രസീവായിട്ട് വേറൊരു രീതിയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. സോ ഇതിലെല്ലാം ഒരേ ക്യാപ്റ്റൻ എന്ന് പറയുന്ന ഒരു സ്ട്രാറ്റജി വർക്കാവുന്നുള്ള കാര്യത്തിൽ എനിക്ക് നല്ല സംശയമുണ്ട്. സോ അതവിടെ ഇരിക്കട്ടെ. എന്തായാലും ഈ ഒരു സെലക്ഷൻ്റെ കാര്യത്തിൽ മൊത്തത്തിൽ സഞ്ജു സാംസന്റെ ഒരു കാര്യം കൂടെ പറയാനുണ്ട്. സഞ്ജു സാംസനെ സെലക്ട് ചെയ്തത് യശസ്വി ജയ്സ്വാലും അതുപോലെ തന്നെ ശുഭ്മൻ ഗില്ലും അവൈലബിൾ അല്ലാത്തൊരു സാഹചര്യത്തിലാണ് അജിത് അഗർക്കർ പറയുന്നുണ്ടായിരുന്നത്. ഒരാളെ ടീമിൽ സെലക്ട് ചെയ്തിട്ട് അങ്ങനെ ഒരു വർത്തമാനം പറയുന്നത് ശരിയായ നടപടിയായിട്ട് എനിക്ക് തോന്നിയില്ല. അങ്ങനെ ആയിക്കോട്ടെ, അതിൻ്റെ പേരിലാണ് സഞ്ജു സാംസൺ സെലക്ട് ചെയ്യപ്പെട്ടതെന്ന് തന്നെ ഇരിക്കട്ടെ, അതെല്ലാവർക്കും അറിയാവുന്ന കാര്യമായിക്കോട്ടെ. അത് അങ്ങനെ ഒരു പ്രസ് കോൺഫറൻസ് പറയുന്നത് ആ ഒരു പ്ലെയറിൻ്റെ ഒരു കോൺഫിഡൻസിനെ ബാധിക്കുന്ന ഒരു കാര്യമാണ്. ഇവർ രണ്ടുപേരും ഇല്ലാത്തതുകൊണ്ട് മാത്രം ടീമിൽ വന്ന ഒരാളാണ് സഞ്ജു സാംസൺ എന്ന് എടുത്ത് പറയേണ്ട കാര്യമില്ല. അപ്പോൾ ഇവരുടെ ഒരു മൊത്തത്തിലൊരു ടോക്കിൻ്റെ ഒരു ആകത്തുക സെലക്ടേഴ്സിനോ അല്ലെങ്കിൽ ഇന്ത്യൻ ടീമിനോ ജിതേഷ് ശർമ്മ കളിക്കണം, ശുഭ്മൻ ഗിൽ ഓപ്പൺ ചെയ്യണമെന്നുള്ളതാണ് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നത്. ഇനി ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവോ അല്ലെങ്കിൽ കോച്ച് ഗൗതം ഗംഭീറോ ഇതിനൊരു സൊല്യൂഷൻ കാണുമോ? സഞ്ജുവിനെ ഓപ്പൺ ചെയ്യുക അല്ലെങ്കിൽ സഞ്ജുവിന് ഒരു നമ്പർ 3 കളിപ്പിക്കുക എന്നുള്ള കാര്യം നമുക്ക് കണ്ടറിയേണ്ട ഒരു കാര്യമാണ്. മൊത്തത്തിൽ ഇങ്ങനൊരു കൺഫ്യൂഷൻ്റെ ആവശ്യമില്ലായിരുന്നു. ഇത്ര എക്സലൻ്റ് ആയിട്ടുള്ള പ്ലേയേഴ്സ്, ഇത്ര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്ട്രാറ്റജി കളിച്ചു വന്ന ഒരു ഇന്ത്യൻ ടീമിന് ഇങ്ങനെ ഒരു കൺഫ്യൂഷൻ, ഈ ഒരു ടീമിൻ്റെ ഒരു ബാലൻസിനെ ഡിസ്റ്റർബ് ചെയ്യേണ്ട യാതൊരു കാര്യമില്ലായിരുന്നു. ശുഭ്മൻ ഗിൽ എന്ന് പറഞ്ഞ ഒരാൾ ഇപ്പോൾ അറ്റ് ദിസ് പോയിന്റ് ഈ ഒരു ടീമിലേക്ക് വരേണ്ട ആവശ്യമില്ലായിരുന്നു. ശ്രേയസ് അയ്യർ തന്നെയായിരുന്നു അവിടെ ആപ്റ്റായിട്ടുള്ള ഒരു പ്ലെയർ. അങ്ങനെ ആയിരുന്നുണ്ടെങ്കിൽ ആ ടീമിൻ്റെ മൊത്തത്തിലുള്ള ബാലൻസും ഇതുവരെ കളിച്ചു വന്ന സ്ട്രാറ്റജിയും എല്ലാം അങ്ങനെ തന്നെ പോയതിനെ. ഇന്ത്യ സക്സസ്ഫുൾ ആയിട്ട് T20 കളിച്ചു വന്നതാണ്. സോ ഇത് ഡിസ്റ്റർബ് ചെയ്ത് ഇങ്ങനെ ഒരു തീരുമാനം എടുത്തത് നല്ലതാണെന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ വേറെ കാര്യം, ഇന്ത്യ ഈ ഒരു കാരണം കൊണ്ട് പരാജയപ്പെടുമെന്നല്ല ഞാൻ പറയുന്നത്. ഇന്ത്യ തീർച്ചയായിട്ടും ഏഷ്യ കപ്പിൽ നന്നായിട്ട് തന്നെ പെർഫോം ചെയ്യും. ഇതിൽ ആരെ സെലക്ട് ചെയ്താലും ഇന്ത്യ കപ്പടിക്കാൻ തന്നെയാണ്. ഇന്ത്യ തന്നെയാണ് ഫേവറേറ്റ്സ്. ഏഷ്യ കപ്പിൽ ഇന്ത്യക്ക് കപ്പടിക്കാൻ തന്നെയാണ് ഏറ്റവും കൂടുതൽ സാധ്യതയുള്ളത്. അതിനകത്ത് യാതൊരു സംശയമില്ല. എങ്കിലും പുറത്തിരിക്കുന്ന ആൾക്കാരെ ആലോചിക്കുമ്പോൾ, അവരുടെ പെർഫോമൻസ് ആലോചിക്കുമ്പോൾ നല്ല രീതിയിൽ വിഷമമുണ്ട്. ഇങ്ങനെ ഒരു സിനാരിയോ ഉണ്ടാക്കേണ്ട ആവശ്യമില്ലായിരുന്നു. കുറച്ചും കൂടെ സിമ്പിളാക്കാമായിരുന്നു. ഒരാൾക്ക് വേണ്ടി മൊത്തം ടീമിനെ ഡിസ്റ്റർബ് ചെയ്ത് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കി എന്നാണ് എനിക്ക് ഇതിൽ നിന്ന് ആകെത്തുകയായിട്ട് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. അത് തന്നെ ഒരുപാട് ഡിസ്റ്റർബ് ചെയ്യുന്നൊരു കാര്യമാണ്. എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്നുള്ളത് തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ബോക്സിൽ പറയാം. അപ്പോൾ മറ്റൊരു ക്രിക്കറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോയിൽ കാണുന്നതിന് വരെ